ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓവുലേഷൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയോ? ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ ഓവുലേഷൻ ഡേ എന്നാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കിന്ന് നോക്കിയാലോ. അതിനു മുമ്പ് എന്താണ് ഓവുലേഷൻ എല്ലാവർക്കും അറിയില്ലേ? ഒന്നുമില്ല, ഒരു സ്ത്രീയുടെ ഓവറിൽ നിന്നും അതായത് സ്ത്രീ അണ്ഡം റിലീസ് ആവുന്നതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഓവുലേഷൻ ഡേ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ എത്രാമത്തെ ദിവസമാണെന്നറിയോ? കുറേ പേർക്കൊരു ധാരണയുണ്ട്, 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നത്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, പക്ഷേ 28 ദിവസം സൈക്കിളുള്ളവരുടെ കാര്യമാണ് ഈ 14ാമത്തെ ദിവസം, ഏകദേശം 14ാമത്തെ ദിവസം. അപ്പോൾ ബാക്കിയുള്ളവർക്കോ ഓൾറെഡി സൈക്കിളിൻ്റെ ലെങ്ത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുമെന്നും അതിൽ നോർമൽസി എന്ന് പറയുന്നതിന് 21 തൊട്ട് 35 വരെ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഓവുലേഷൻ്റെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? 28 ദിവസം സൈക്കിളുള്ളവർക്ക് 14ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇത് കൃത്യം പകുതിയിലല്ലേ എന്നാണോ ഇപ്പോൾ ചിന്തിക്കുന്നത്? എന്നല്ല, കൃത്യം പകുതിയിലല്ല ഇത് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓവുലേഷൻ നടന്ന് ഏകദേശം 14 ദിവസം കഴിയുമ്പോഴാണ് ഗർഭധാരണം നടന്നിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് മെൻസ്ട്രുവേഷൻ വരുന്നത്. ഇപ്പോൾ മനസ്സിലായോ? അതായത് നിങ്ങളുടെ മെൻസ്ട്രുവേഷൻ നടക്കുന്നതിന് 2 ആഴ്ച മുമ്പായിരിക്കും ഓവുലേഷൻ നടക്കുക. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങളുടെ ആവറേജ് സൈക്കിൾ ലെങ്ത് എത്രയാണെന്ന് അറിയണം. അതിനുവേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 3 സൈക്കിളെങ്കിലും നിങ്ങളുടെ ഒരു മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ മുതൽ നെക്സ്റ്റ് മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ വരെയുള്ള ആ ഒരു ഇൻ്റർവെൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് അതിൽ നിന്ന് 14 കുറച്ച് കഴിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഓവുലേഷൻ്റെ ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഫോർ എക്സാമ്പിൾ, 21 ദിവസമാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്നത് 7ാമത്തെ ദിവസമാണ്, അതായത് മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 7ാമത്തെ ദിവസം, ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് 7ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ബ്ലീഡിങ് 5 ദിവസം ഉണ്ടെങ്കിൽ ബ്ലീഡിങ് സ്റ്റോപ്പായി 2ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നത്. ഈ പോയിന്റ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. പിന്നെ 24 ദിവസമാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എങ്കിലോ 10ാമത്തെ ദിവസമാണ് നിങ്ങളുടെ ഓവുലേഷൻ. 26 ആണെങ്കിലോ 12ാമത്തെ ദിവസമായിരിക്കും നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്നത്. ഇങ്ങനെ നോക്കി 36 ദിവസം സൈക്കിൾ ലെങ്ത് ഉള്ള ഒരാൾക്കോ 22ാമത്തെ ദിവസമായിരിക്കും അവർക്ക് ഓവുലേഷൻ സംഭവിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, ഓവുലേഷന് ശേഷമുള്ള അടുത്ത മെൻസ്ട്രുവേഷൻ വരെയുള്ള ആ ഒരു ഗ്യാപ്പ് 14 ഡേയ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. ആ ഓവുലേഷന് മുമ്പുള്ള ഡ്യൂറേഷനാണ് ഈ സൈക്കിൾ ലെങ്ത് മാറുന്നുണ്ടെങ്കിലും വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമാണ് ഒന്ന് മനസ്സിൽ വെച്ചിരിക്കേണ്ടത്. എന്താണ് ഈ ഓവുലേഷൻ ഡേ അറിയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും കൺസെപ്ഷന് വേണ്ടിയിട്ട്, അതായത് ഗർഭധാരണത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന കപ്പിൾ കൃത്യമായിട്ടും ഓവുലേഷൻ ഡേയിനെ പറ്റി അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഫെർട്ടിലിറ്റി വിൻഡോ പീരീഡിനെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കണം. എന്താണ് ഫെർട്ടിലിറ്റി വിൻഡോ പീരീഡ് എന്നല്ലേ? അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെക്ഷൽ കോൺടാക്റ്റ് സംഭവിച്ചാൽ ഗർഭധാരണം നടക്കാൻ ചാൻസ് ഉള്ള ഡേയ്സിനെയാണ് നമ്മൾ ഫെർട്ടിലിറ്റി വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. ഇതൊരു 6 ദിവസമാണ്. അതായത് ഓവുലേഷന് മുമ്പുള്ള 5 ദിവസവും ഓവുലേഷന് ശേഷമുള്ള 1 ദിവസവുമാണ് ഈ ഫെർട്ടിലിറ്റി വിൻഡോ പീരീഡ്. ഈ ഒരു സമയത്ത് സെക്ഷൽ കോൺടാക്റ്റ് നടക്കുന്നില്ലെങ്കിൽ, അത് ആൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും അറ്റ്ലീസ്റ്റ് സെക്ഷൽ കോൺടാക്റ്റ് നടക്കുന്നില്ലെങ്കിൽ ഗർഭധാരണത്തിനുള്ള സാധ്യത തീരെയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മളുടെ ഓവത്തിന്, അതായത് ഒരു സ്ത്രീയുടെ ഓവത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 12 മുതൽ 24 മണിക്കൂറുകൾ വരെ മാത്രമാണ്. അതായത് ഓവുലേഷൻ സംഭവിച്ച് 1 ദിവസത്തോളം മാത്രമേ ഒരു ഓവത്തിന് ആയുസ് ഉണ്ടായിരിക്കുകയുള്ളൂ. അതേസമയത്ത് പുരുഷൻ്റെ സ്പേംസിന് ഏകദേശം 3 മുതൽ 5 ദിവസം വരെ ആയുസ് ഉണ്ടായിരിക്കും. അപ്പോൾ 3 മുതൽ 5 ദിവസം വരെ ഒരു സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഈ പുരുഷൻ്റെ സ്പേമിന് വയബിളായിട്ട് നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഓവവും സ്പേമും തമ്മിൽ ഈ ഒരു വയബിൾ പീരീഡിൽ കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ആണ് കൺസെപ്ഷൻ, അതായത് ഗർഭധാരണം നടക്കുക. അപ്പോൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകൾ ഈ ഫെർട്ടിലിറ്റി വിൻഡോ പീരീഡിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഈ ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് നമ്മളുടെ ശരീരം തന്നെ ചില സൂചനകൾ തരും. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഓവുലേഷനോടനുബന്ധിച്ച് വജനൽ ഡിസ്ചാർജിൽ മാറ്റം വരും. വജനൽ ഡിസ്ചാർജ് ഏകദേശം കൂടുതലായിട്ട് ഈ സമയത്ത് കാണപ്പെടാറുണ്ട്. അത് ഒന്നുകൂടെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നവർക്കറിയാം, ഓവുലേഷന് മുമ്പായിട്ട് അത് വളരെ തിന്നായിട്ടുള്ളതും സ്ട്രെച്ചി ആയിട്ടുള്ളതും, അതായത് നമ്മൾ ഇലാസ്റ്റിക് പോലത്തെ ഒരു ഫീച്ചർ ഉണ്ടായിരിക്കും. അത് കുറച്ചുകൂടെ സ്ട്രെച്ചി ആയിട്ട് ഇങ്ങനെ വലിയുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും. ഏകദേശം മുട്ടയുടെ വെള്ള പോലെയുള്ള തിന്നായിട്ടുള്ള ഡിസ്ചാർജ് ആ സമയത്ത് വളരെ കൂടുതലായിട്ട് കാണും. അതേസമയം പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, 1-2 ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ ആ കൺസിസ്റ്റൻസി അങ്ങ് മാറിയിട്ട് അത് കുറച്ചുകൂടെ തിക്കാകും, എന്നാൽ അത്ര സ്ട്രെച്ചി ആയിരിക്കില്ല. ഈ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഓവുലേഷൻ നടന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ വജനൽ ഡിസ്ചാർജ് കൂടുതലായി കണ്ടു എന്നതുകൊണ്ട് മാത്രം ഓവുലേഷൻ നടന്നു നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ആ സ്ട്രെച്ചി ആയിരുന്ന വജനൽ ഡിസ്ചാർജ് സ്ട്രെച്ചി അല്ലാതെ തിക്കായി മാറുന്നതാണ് ഓവുലേഷൻ നടന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന. ഹോർമോൺസിൽ വരുന്ന വേരിയേഷനാണ് ഇതിന് കാരണം.
ഇത് കൂടാതെ ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലരിൽ മാത്രം വൺ സൈഡഡ് ആയിട്ടുള്ള ലോവർ അബ്ഡോമിനൽ പെയിൻ, അതായത് അടിവയറിൻ്റെ ഭാഗത്ത് ഒന്നല്ലെങ്കിൽ ഇടതുവശത്ത് അല്ലെങ്കിൽ വലതുവശത്ത് വേദന അനുഭവപ്പെടും. ഏത് ഭാഗത്തു നിന്നാണോ ആ സമയത്ത് ഓവുലേഷൻ നടക്കുന്നത്, ഒരിക്കൽ ഇടതുവശത്തു നിന്നായിരിക്കാം, ചിലപ്പോൾ വലതുവശത്തു നിന്നായിരിക്കാം. അപ്പോൾ ഏത് സൈഡിൽ നിന്നാണ് ഓവുലേഷൻ നടക്കുന്നത് ആ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന വേദന. പക്ഷേ ഇത് എല്ലാവരിലും കാണാറില്ല. പിന്നെ ആ സമയത്ത് സെക്ഷൽ ഡ്രൈവ് കൂടുതലായിരിക്കും, അതായത് നമുക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സിനോടുള്ള, അത് പാർട്ട്ണറിനോടുള്ള താല്പര്യം കൂടുതലായി കാണപ്പെടാറുണ്ട്. ഇതും എല്ലാവരിലും കാണപ്പെടണമെന്നില്ല. ഈ പറഞ്ഞ സൂചനകളെ കൂടാതെ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. 2 ടെസ്റ്റുകൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരാം. ഒന്നാമത്തത് ബേസൽ ബോഡി ടെമ്പറേച്ചർ. കേൾക്കുമ്പോൾ പേടിക്കേണ്ട, ഒന്നുമില്ല, നിങ്ങളുടെ ശരീരത്തിൻ്റെ താപനില ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി. അത് എല്ലാ ദിവസവും കേട്ടോ, അതായത് ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. എല്ലാ ദിവസവും രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ഡിജിറ്റൽ തെർമോമീറ്റർ വെച്ചിട്ടാണെങ്കിലും മതി, ജസ്റ്റ് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ഒന്ന് റെക്കോർഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു പാറ്റേൺ ഇതിൽ കാണാൻ പറ്റും. ശരിക്കും ഓവുലേഷൻ നടക്കുന്നവർക്ക് ബൈ ഫേസിക് പാറ്റേണിലായിരിക്കും ടെമ്പറേച്ചർ കാണുന്നത്. പേടിക്കേണ്ട, പറഞ്ഞു തരാം. ഒന്നുമില്ല, ഓവുലേഷന് മുമ്പായിട്ട് ടെമ്പറേച്ചർ കുറവായിരിക്കും. ഓവുലേഷൻ കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ 0.5 ഫാരൻഹീറ്റ് വരെ, അതായത് 0.3 ഡിഗ്രി സെൽഷ്യസ് വരെ റൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓവുലേഷൻ നടന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഇതിലൊരു കുഴപ്പമുണ്ട്. ഇത് ഓവുലേഷൻ നടന്നോ ഇല്ലയോ എന്നല്ലേ അറിയാൻ പറ്റൂ, നടക്കുമോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതിനും ഇപ്പോൾ സൊല്യൂഷൻ ഉണ്ട്. ഓവുലേഷൻ പ്രെഡിക്റ്റർ കിറ്റുകൾ, പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് എല്ലാവർക്കും അറിയില്ലേ, അതേപോലെ തന്നെ യൂറിൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓവുലേഷൻ പ്രെഡിക്റ്റർ കിറ്റുകളും അതിൽ ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്. ഇതിൽ നമ്മൾ ല്യൂട്ടനൈസിങ് ഹോർമോൺ, LH എന്നറിയപ്പെടുന്ന ഈ ഹോർമോണിൻ്റെ പ്രസൻസ് ആണ് ഇതിൽ ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓവുലേഷന് മുമ്പായിട്ട് ഏകദേശം 24 മുതൽ 36 മണിക്കൂർ മുമ്പായിട്ട് LHൻ്റെ സർജ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ടോ. അപ്പോൾ ഈ LHനെയാണ് ഈ ഓവുലേഷൻ പ്രെഡിക്റ്റർ കിറ്റുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും എപ്പോഴും ഇത് റിലേ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. ചിലർക്ക്, അതായത് ഫോർ എക്സാമ്പിൾ PCOS ഒക്കെ ഉള്ളവർക്ക് എപ്പോഴും ഈ LHൻ്റെ ലെവൽ റൈസ്ഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും അവർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫോൾസ് പോസിറ്റീവായിട്ടായിരിക്കും കാണുന്നത്. സോ അത്തരക്കാർക്ക് ഇത് ഓവുലേഷൻ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതർവൈസ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് മുമ്പ് ഏകദേശം ഓവുലേഷൻ അറൗണ്ടായിട്ട് നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അത് നെഗറ്റീവായിട്ട് കണ്ടിട്ട് ഒരു ദിവസം പോസിറ്റീവായി കണ്ടാൽ അത് കഴിഞ്ഞ് ഒരു 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഓവുലേഷൻ തീർച്ചയായും നടക്കുമെന്ന് പറയാം. അതാണ് ഓവുലേഷൻ പ്രെഡിക്റ്റർ കിറ്റുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആയേക്കും എന്ന് വിചാരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.